ഹലോ മൈ ഡിയേഴ്സ്, യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഈ ലോകത്ത് ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ റിലാക്സേഷൻ എന്ന് പറയുന്നത് യാത്ര പോവുക എന്നുള്ളതാണ്. അതായത് ആ യാത്രയിലുള്ള മനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ ഫുഡും പിന്നെ എന്താ പറയുക, എന്തൊക്കെ രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു യാത്ര എന്ന് പറയുന്നത്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ആ ഓരോ യാത്രകളും കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് തോന്നും, ഈ ദിവസം അവസാനിക്കാതിരുന്നെങ്കിലെന്ന് തോന്നും. കാരണം അത്രയും മനോഹരമാണ് ചില ഇഷ്ടപ്പെട്ട യാത്രകളെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു യാത്ര പോയപ്പോഴുള്ള അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഇതുപോലെ ഉള്ള നല്ല മനോഹരമായ സ്ഥലങ്ങളും കാഴ്ചകളും ഒന്നും കാണാൻ പറ്റാതെയും പോകാൻ പറ്റാതെയൊക്കെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോഴാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കൂടി ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇത് ഞാനിപ്പോൾ കണ്ടത് തലക്കാവേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. കാവേരി നദിയുടെ ഉത്ഭവ സ്ഥാനമാണ് അവിടെ നിന്നാണ് പറയുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര വിലയാണ് കേട്ടോ. അങ്ങനെ അത്ര എക്സ്പെൻസ് നമുക്കില്ല. ഈ ഗ്ലാസ്സിനൊക്കെ തന്നെ 600-700 ആ ഒരു വിലയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി എന്തെങ്കിലും വില കുറഞ്ഞത് കിട്ടുമോ എന്നറിയാൻ തപ്പി നടന്നപ്പോഴത്തേക്ക് എനിക്ക് ഒറ്റ സാധനം കിട്ടി. ഇത് തടിയിൽ തന്നെ ചെയ്തതാണ് ഈ ഒരു ബ്രേസ്ലെറ്റ്. അപ്പോൾ അത് അപ്പം തന്നെ ഇട്ടു. അതിൻ്റെ സൗന്ദര്യം അപ്പം തന്നെ ആസ്വദിക്കണമെന്ന് തന്നെ സമാധാനമായി. കാര്യം എന്തെങ്കിലും ഒന്നും മേടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതാ ബ്രേസ്ലെറ്റ് ഇട്ട് നോക്കി, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഉടനീളം എൻ്റെ കയ്യിൽ ഈ ബ്രേസ്ലെറ്റ് തന്നെയായിരുന്നു. പിന്നെ കൂർഗ്, കൊടക് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്താണ് കേട്ടോ പോയത്. അപ്പം എന്താ പറയുക, ഇപ്പോൾ ഈ കൂർഗും കൊടകും ഒക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പല സിനിമകളിലും ഒക്കെ ആ സ്ഥലങ്ങളൊക്കെ കണ്ടുമ്പോൾ നമ്മുടെ ദിലീപിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, കൊടകിൽ കൂർഗിലൊക്കെ വെച്ചെടുത്തിട്ടുള്ള ഒരു സിനിമയുണ്ട്, കുബേരൻ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിസർഗധാമ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നിറയെ മുളങ്കാടാണ് കേട്ടോ, നിറച്ച് മുളങ്കാടാണ്. ഭയങ്കര പ്രകൃതിയൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് അവർ സൂക്ഷിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ കയറിയിട്ട് അവിടുത്തെ ആ ഒരു ഭംഗി, അതായത് ഞാൻ എൻ്റെ കണ്ണുകളിലൂടെ കാണുന്ന പ്രകൃതിയുടെ ഭംഗി എൻ്റെ ഫോണിൽ ഇങ്ങനെ ഒപ്പിയെടുത്തിട്ട് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ എത്രത്തോളം അത് ഭംഗി ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഷെയർ ചെയ്തു. കാണാനുള്ളവർക്ക് കാണാം, അത്ര തന്നെ. അപ്പോൾ അവിടുത്തെ ആ ഒരു ഭംഗിയാണ്. മുളങ്കാടുകൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ മുളങ്കാടിൻ്റെ ആ ഒരു മുളകൾ തമ്മിൽ ഉരസിയിട്ടുള്ള ഒരു സംഗീതാത്മകമായ സൗണ്ട് ഉണ്ടല്ലോ, അതിങ്ങനെ ഒപ്പിയെടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒപ്പിയെടുക്കാൻ പറ്റില്ല, ആൾക്കാരുടെ സൗണ്ട് കാരണം അത് പറ്റിയില്ല. നിറയെ തിരക്കായിരുന്നു കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു, വിചാരിച്ചതിനേക്കാൾ തിരക്കായിരുന്നു അവിടെയൊക്കെ. അപ്പോൾ ഇപ്പോൾ കണ്ടത് കൂർഗിലെ നമ്മുടെ സുന്ദരികളായ സ്ത്രീകളുടെ ഒരു വേഷവിധാനമാണ്. ഇത് കുബേരൻ എന്ന സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഇതിനകത്തുള്ളത് മാനുകളാണ് കേട്ടോ. മാനുകൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് വന്നിട്ട് ഞാനിങ്ങനെ അവിടുത്തെ ആ സ്ഥലങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓടിക്കളിച്ചു കേട്ടോ. എനിക്ക് അവിടെ വിട്ട് വരാനേ തോന്നിയിരുന്നില്ല. കാരണം അത്രയ്ക്ക് ഭയങ്കര സൂപ്പറായിരുന്നു. കാം ആൻഡ് കൂൾ പ്ലേസ് ആയിരുന്നു അത്. ഭയങ്കര വൃത്തി. നമ്മളെ കേരളത്തിൽ എനിക്ക് തോന്നില്ല ഇത്ര വൃത്തിയുള്ളൊരു സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറെങ്കിലും, ഒരു മിഠായി കവറെങ്കിലും അവിടെ ഉണ്ടാവും. പക്ഷേ അതുപോലുമില്ല. അവിടെയൊക്കെ നമുക്കിങ്ങനെ കിടന്ന് നിരങ്ങി എന്ത് വേണോ നമുക്ക് ഉറങ്ങാം. നമുക്ക് അവിടെ അത്ര ഭയങ്കര മനോഹരമായിട്ടാണ് അവർ ആ സ്ഥലം സൂക്ഷിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കമ്മൽ മേടിച്ചത്. 4 ജോഡി കമ്മലിന് ശരിക്കും 100 രൂപ, അതായത് ഒരെണ്ണത്തിന് 25 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ അത് എന്തായാലും ഒരു 3-4 ഞാൻ വാങ്ങിയിട്ടുണ്ട്. ചെരുപ്പൊക്കെ 100 രൂപയുള്ളൂ കേട്ടോ, ഭയങ്കര ലാഭമാണ്. അത് കഴിഞ്ഞിട്ട് വന്നത് ഗോൾഡൻ ടെമ്പിളിലായിരുന്നു. ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെ ഈ നമ്മുടെ യോദ്ധ സിനിമയിലെ നമ്മുടെ റിംബോച്ചിയുടെ അതേ വേഷത്തിലുള്ള ആൾക്കാരാണ്, സന്യാസിമാരാണ്. അപ്പോൾ അവിടുത്തെ ഇത് വിളക്ക് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ നിറയെ വിളക്കാണ്. എന്നിട്ട് അവിടെ ഇതുപോലെ 3 ഒരു ടെമ്പിളുണ്ട് ഓരോ സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ അതിനകത്തൊക്കെ കയറി നോക്കി. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനൊക്കെ. ഇതൊക്കെ കാണാൻ തന്നെ ഒരു ഭാഗ്യം വേണമെന്ന് പറയാൻ വെറുതെ അല്ല കേട്ടോ, അത്രയ്ക്ക് മനോഹരമായിരുന്നു. അപ്പം അകത്തൊക്കെ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ ശരിക്കും പറഞ്ഞാൽ കാണുന്നു, പോകുന്നു, കണ്ണിൽ ഒപ്പിയെടുക്കുന്നു എന്നല്ലാതെ ആധികാരികമായ അറിവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ബുദ്ധൻ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നതേ ഉള്ളൂ, കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മുടെ റെംബോച്ചെ പോലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓടിച്ചെന്ന് അവൻ്റെ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ അവൻ ഓടി മറിഞ്ഞു കളഞ്ഞു. പിന്നെ എന്നെ ഒരു നോട്ടവും ദഹിപ്പിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി അവനെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഫോട്ടോ എടുക്കാൻ ചെന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ ഉള്ളിലുള്ളത്. ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ. നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലെ ദൈവങ്ങളെയൊക്കെ പോലെ പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ കേരളത്തിലാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ അകത്തേക്ക് പ്രവേശനം ഉണ്ടാവില്ല. അതാ റെംബോച്ചെ പോലെ ഉള്ള കുട്ടീനെ ഞാനിങ്ങനെ ദൂരെ നിർത്തും. പക്ഷെ അവന് മനസ്സിലായി ഞാൻ അവനെ ഫോട്ടോ എടുക്കുകയെന്ന്. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് തന്നെ നോക്കുന്നത് കണ്ടോ.
കറക്റ്റായിട്ട് കറക്റ്റ് റംബൂച്ചി പോലെ തന്നെ കേട്ടോ, ശരിക്കും റംബൂച്ചിയുടെ നല്ല കട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അകത്തേക്ക് കയറാനോ ഒന്നുമുള്ള അനുവാദം ഉണ്ടാവില്ല. അത് അവിടെ പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ, എത്ര വേണമെന്നോ. ഇതിൻ്റെ മൊത്തത്തിലുള്ള രൂപമാണ് ഈ അവരവിടെ വരച്ച് വെച്ചേക്കുന്നത്. ഗോൾഡൻ ടെമ്പിളിൻ്റെ കംപ്ലീറ്റ് മാതൃകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അങ്ങനെ ഇത് ഈ അവിടുത്തെ സന്യാസിമാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ, താമസിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നതെല്ലാം. എനിക്ക് ഈ വേഷത്തിന് ഞാൻ സ്ത്രീജനങ്ങളെ ആരെയും അവിടെ കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവർക്ക് നല്ല മനസ്സമാധാനം ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ കീ ചെയിനൊക്കെ മേടിക്കാൻ നോക്കി, അത്യാവശ്യം വിലയുണ്ട് കേട്ടോ കീ ചെയിനൊക്കെ. കുറച്ച് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്തു ഗൈസ്. പക്ഷേ സാധനങ്ങളൊന്നും ഈ പറഞ്ഞ പോലെ ഞാൻ അത്ര മേടിക്കുക. ഇത് 70 രൂപ കൊടുത്താണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് മേടിച്ചത്. പക്ഷേ ഇത് നിസർഗധാമയിൽ 25 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ മിസ്സായിപ്പോയി, പിന്നെ ഞാൻ ഇവിടുന്ന് മേടിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് അവിടുത്തെ ഈ ചുവർ ചിത്രങ്ങളൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു. ആ ചുവർ ചിത്രങ്ങളൊക്കെ ഞാനിങ്ങനെ ആസ്വദിച്ച് നോക്കി അവിടെ കാമായിട്ട് കുറേ നേരം നടന്നു കേട്ടോ. കുറച്ച് സമയം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. വരെ അത്രയ്ക്ക് ഭയങ്കര സൂപ്പറായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചു പോയി ഈ ദിവസം കഴിയാതിരുന്നെങ്കിലത്. അതൊക്കെ കഴിഞ്ഞിങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ ബാംഗ്ലൂർ കണ്ടിട്ടില്ല ഒരിക്കലും, കേട്ടിട്ടേ ഉള്ളൂ. ഒത്തിരി പേര് എന്ത് പറഞ്ഞാലും എവിടെ പറഞ്ഞാലും എങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂരാണെന്ന് പറയണത്. എന്നാൽ പിന്നെ ആ സ്ഥലം ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. എന്താ KR മാർക്കറ്റ്, അതാണ് അവിടുത്തെ ഫേമസ്. എൻ്റെ ദൈവമേ, അവിടെ ജീവിക്കാനൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അല്ല കേട്ടോ, 1 കിലോ തക്കാളിക്ക് 20 രൂപ, ക്യാരറ്റ് ബീട്രൂട്ട് എല്ലാം 20 രൂപ, 40 രൂപ, കിലോയ്ക്ക് തന്നെ അത്ര പൈസയേ ഉള്ളൂ. ഇത് എന്താണ് മറ്റേ സബർജില്ലി അയ്യോ എന്തോ ഒരു ജ്യൂസാണ്, സപ്പോർട്ട ജ്യൂസ്. പിന്നെ അവിടുത്തെ മാർക്കറ്റിനകത്ത് തന്നെയുള്ള ചപ്പൽ കടയിൽ കയറിയിട്ടോ, ഒന്നിട്ടാകുമ്പോൾ എന്തോരം വെറൈറ്റി ചപ്പലാണ്. വലിയ വിലയൊന്നുമില്ല കേട്ടോ, 250 ആ ഒരു രീതിയിലാണ് പ്രൈസൊക്കെ. അങ്ങനെ ബാംഗ്ലൂരൊക്കെ കവർ ചെയ്ത് വരുന്ന കാഴ്ചയാണ്. അവിടുന്ന് നേരെ മൈസൂർ. പിന്നെ കാണേണ്ട കാഴ്ച മൈസൂർ കൊട്ടാരം. എൻ്റെ ദൈവമേ, കൃഷ്ണദേവരാജ അയ്യർ വാട്ടിയാർ അങ്ങനെ ഏതാണ്ടാണ്. അപ്പോൾ എന്തായാലും മൈസൂർ കൊട്ടാരം കാണാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ വൈകുന്നേരം ടൈമാണ്. അപ്പോൾ അവിടെ മോക്ക് ഡ്രിൽ നടക്കുന്നുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ മോക്ക് ഡ്രിൽ നടക്കുന്ന കാരണം 6 മണിക്ക്, അല്ലെങ്കിൽ തന്നെ അവിടെ 6 മണി വരെ ഉള്ളൂ. അപ്പോൾ എത്തിയപ്പം 6 മണി കഴിഞ്ഞ് പോയി ജസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് മൈസൂർ പാലസ് കണ്ടിട്ട് പോരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതുകൊണ്ട് തന്നെ നേരെ രാത്രി ആയതുകൊണ്ട് നേരെ വൃന്ദാവൻ ഗാർഡനിലേക്ക് പോയി. തിരക്കും രക്ഷയിലോട്ട്, ഭയങ്കര തിരക്കും. 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ബ്ലോക്കുമായിരുന്നു. എന്നിട്ട് പോയിട്ട് മ്യൂസിക് ഡാൻസ് കണ്ടു, വാട്ടർ ഡാൻസ്. അത് ഭയങ്കരമായിട്ട് പൊളിച്ചു, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ലൈഫിൽ തന്നെ ആദ്യമായിട്ട് ഇത്ര മനോഹരമായ ഒരു വാട്ടർ ഡാൻസ് കാണുന്നത്. ഈശ്വര, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഇത് കാണുന്ന ഒരു കാഴ്ച മാത്രമല്ല, ഇതിൽ മ്യൂസിക് ഉണ്ട് കേട്ടോ. അതായത് പാട്ടിട്ടിട്ടുണ്ട്, നമ്മളെ തമിഴ് പാട്ടും കർണാടകയിലെ കന്നഡ പാട്ടുമൊക്കെ ഇട്ടിട്ട് ആ പാട്ടിലാണ് ഈ ഒരു ഡാൻസ് ഇങ്ങനെ ആടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ സമയത്ത് പ്രസൻറ്റിലി കാണാൻ ഭയങ്കര രസമായിരിക്കും. കാര്യം ആ പാട്ടിനനുസരിച്ചുള്ള അതേപോലെയാണ് ഈ ഒരു മ്യൂസിക് ഡാൻസ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നിറയെ ആൾക്കാരുണ്ട് കാണാനായിട്ട്. ഇത് 9 മണിക്ക് എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ട് 15 മിനിറ്റ്, അത്രയും സമയം നമ്മൾ ശരിക്കും ഈ മ്യൂസിക് ഡാൻസ്, ഈ വാട്ടർ ഡാൻസ് ശരിക്കും ആസ്വദിച്ചു കേട്ടോ, ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. അപ്പോൾ അവിടുന്ന് പിന്നെ ഈ മ്യൂസിക് ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങി അപ്പം തന്നെ അവർ ലൈറ്റെല്ലാം ഓഫ് ചെയ്തു, എല്ലാം ക്ലോസ് ചെയ്തു, എല്ലാത്തിനും തൂത്ത് പറക്കി പറഞ്ഞു വിട്ടു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് വന്നപ്പോൾ കമ്മൽ, മാല, വള അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, പിന്നെ കടല, കപ്പലണ്ടി, ഈ ചപ്പൽസ് 100 രൂപയുള്ളൂ കേട്ടോ. അതെനിക്ക് ഭയങ്കര അതിശയം. അത് നമ്മളെവിടെയൊക്കെ ചപ്പൽസ് 100 രൂപയ്ക്ക് 150 രൂപയ്ക്ക് വിൽക്കുന്നത് ഡിസ്കൗണ്ട് ചെയ്യലായിരിക്കും. അതായത് കുറേ കാലപ്പഴക്കം ചെന്ന ചെരുപ്പുകളൊക്കെ വിറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് അവർ പെറുക്കിയിടും. പക്ഷേ ഇത് അങ്ങനെയല്ല, നല്ല പുത്തൻ ചെരുപ്പ്, നല്ല പുതിയ സൂപ്പർ ചെരുപ്പുകളൊക്കെ തന്നെ 100 രൂപ 150 രൂപയൊക്കെ ഉള്ളൂ. ഞാൻ 2-3 ചപ്പലൊക്കെ സ്വന്തമാക്കി, അത്രയ്ക്കില്ല നമുക്ക് പറ്റും, എത്ര വില കുറച്ചാണെങ്കിൽ പോലും. എന്നിട്ട് ചപ്പലൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഈ മ്യൂസിക് ഡാൻസും കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഇത് അവിടുത്തെ മൈസൂരിലെ ഒരു റോഡും ബസ്സും ഒരു കർണാടക ഭാഷയിൽ ബോർഡിൽ എഴുതിയതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത് നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, ഒന്ന് കാണിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു സ്ഥലത്ത് പോയി അതിനകത്ത് കയറാൻ പറ്റുമെന്നറിയാം. അപ്പോൾ ഭയങ്കര ചാർജ്, ഒരാൾക്ക് 500 രൂപയാണ്. ഒഴിവാക്കി, വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പാലസിൽ ക്യൂവിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കയറി. പക്ഷേ സംഭവം ഭയങ്കര പൊളിയാട്ടോ. പാലസ് കാണേണ്ട കാഴ്ചയൊക്കെ തന്നെയാണ്. തിരക്ക് കാരണം ഒരു രക്ഷയുണ്ടെന്നല്ല, ഒന്ന് ആസ്വദിക്കാൻ പോലും കഴിഞ്ഞില്ല ഗൈസ്. കാരണം ആൾക്കാരിങ്ങനെ തള്ളി കൊണ്ടുപോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവിടുത്തെ ഡാൻസ്
അയ്യോ സോറി അല്ലല്ലോ ഈ എന്താണ് നർത്തകിമാർ നൃത്തം ചെയ്യുമ്പോൾ രാജാക്കന്മാരിരുന്ന് നോക്കുന്ന ആ ഒരു പ്ലേസാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെയാണ് നൃത്തം ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അകത്തേക്ക് കയറാൻ പറ്റുന്ന അവിടെ ഒരു സെക്യൂരിറ്റി ഇല്ലായിരുന്നത് ഞാൻ അകത്ത് കയറി നൃത്തം വെച്ച് ആസ്വദിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു വരണം. അവിടെ നിന്നൊരു നൃത്തം നിങ്ങൾക്ക് എന്തായാലും കാണേണ്ടി വരുമെന്ന്, പക്ഷേ അവർ കയറ്റി വിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവിടെ പിക്ചറിൽ ഓരോരുത്തരുടെയും ഈ ഒരു കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെയൊക്കെ പിക്ചർ കറക്റ്റായിട്ട് എണ്ണ ഛായാചിത്രങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടു. ഇതേതോ ഒരു ബ്രിട്ടീഷ് രാജകുമാരിയാണ്, എലിസബത്ത് ആണോ ആരെന്ന് എനിക്കറിയില്ല. അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു, പക്ഷേ എനിക്കിത് മനസ്സിലാവില്ല. അപ്പോൾ രാജകുമാരി, പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഒരു രാജാവും ഉണ്ട്. രാജാവല്ല, ഈ സായിപ്പിൻ്റെ തന്നെ ഏറ്റവും വലിയ എന്തോ അതൊന്നും എനിക്ക് ഞാൻ പറഞ്ഞില്ല, വിശദമായിട്ടൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ ഇത് ഫലകങ്ങൾ എന്താ ആഭരണപ്പെട്ടി പോലെ ഉണ്ട്, ആഭരണപ്പെട്ടികളോ ഫലകങ്ങളോ എന്തെങ്കിലും. അപ്പോൾ അവിടെ ചുവരിൽ കാണുന്ന ആ ഒരു ചിത്രങ്ങൾ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭംഗി, മനോഹാരിത അത്രയ്ക്കും അടിപൊളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഞാനിങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഞാൻ വലിയൊരു കണ്ണാടി കണ്ടു കേട്ടോ. എൻ്റെ അമ്മോ എന്ത് വലിയ കണ്ണാടിയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടുത്തെ വലിയ ഈ മറ്റേ ചുവരിൽ ചെയ്തേക്കുന്ന ഈ ഒരു ചിത്രപ്പണികൾ അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ അവസരം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൈസൂർ പാലസ് ഒന്ന് കാണണം എന്നുള്ളതാണ് കേട്ടോ. ആർക്കായാലും അത് മിസ്സാക്കാൻ പാടില്ല. ഇത്ര മനോഹരമായ ഒരു കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ. ഇത് കൃഷ്ണദേവരായ ഇദ്ദേഹമാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ ശില്പി എന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങനെയൊക്കെയാണ് അവിടെ പറയപ്പെട്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ നോക്കിയൊക്കെ ഇതിനകമൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഈ സെക്യൂരിറ്റി ഇല്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാടി ഓടി ഇറങ്ങി അവിടെയൊക്കെ ഈ തൂണുകളിലൊക്കെ പിടിച്ച് പോയി ഞാനൊരു 10-15 റീൽസ് എങ്കിലും എടുത്തേനെ. പക്ഷെ അങ്ങനെ എടുക്കും എന്നുള്ളത് കൊണ്ടാണ് അവരവിടെ ആ സെക്യൂരിറ്റി ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഇപ്പോഴും വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കും. അപ്പോൾ തിരക്ക് കണ്ടോ നിങ്ങൾ? ഇത്രയും തിരക്കുണ്ട്. അപ്പോൾ ഇത് അകത്തുനിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ്. അത്രയും മനോഹരമാണ്. കണ്ടോ, പുറത്തേക്കുള്ളൊരു വ്യൂ ആണ്. ആൾക്കാരൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. അപ്പോൾ അത്രയും മനോഹരം. പിന്നെ ഞാൻ അവിടെ ഒരു ലൈറ്റ് കണ്ടു കേട്ടോ. അതോ നോക്കിക്കേ, ഇതിപ്പോൾ ഈ പിക്ചർ കാണുന്ന പോലെയല്ല കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. എൻ്റെ അമ്മ എന്ത് രസമാണ് നേരിട്ട് കാണാനായിട്ട്. ആ ലൈറ്റ് ഒരിക്കലും കണ്ടിട്ടില്ല ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ആ ഒരു ഭംഗിയുള്ള തൂണുകളൊക്കെ കണ്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാനിങ്ങ് പുറത്തേക്ക് ഇറങ്ങി ഇതൊന്ന് കാണിച്ചു തരാം. നല്ലപോലെ കാണട്ടെ. ഈ തൂണുകളൊക്കെ കണ്ടല്ലോ നിങ്ങൾ. നമുക്ക് കേരളത്തിൽ കാണാനാവുമോ ഇതുപോലത്തെ ഭംഗിയുള്ള തൂണുകളൊക്കെ? എവിടെ, അങ്ങ് മൈസൂരൊക്കെ പോയാലേ കാണാൻ പറ്റൂ ഇതൊക്കെ. അപ്പോൾ ഈ ഒരു വാതിലുണ്ട്, ഇത് വെള്ളിയിൽ തീർത്ത വാതിലായിട്ട്. ഭയങ്കര വെള്ളി ഒറിജിനൽ വെള്ളിയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത്രത്തോളം വെള്ളി കളറിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ഇത് അന്നത്തെ ആനയുടെ നെറ്റിപ്പട്ടവും വെഞ്ചാമരവും അതൊക്കെയാണ് അവരിപ്പോഴും ചില്ലുകൂട്ടിലിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഞാൻ പോയത് മസനഗുഡി വഴി ഊട്ടി. പക്ഷേ ഊട്ടിയിൽ പോയില്ല, മസനഗുഡി വരെ പോയുള്ളൂ. ടൈമില്ല. അതുകൊണ്ട് ഊട്ടിക്ക് പിന്നൊരിക്കൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും മസനഗുഡി വരെയുള്ള യാത്ര എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പോയതാണ്. അപ്പോൾ മസനഗുഡി വരെ പോകുന്ന യാത്രയുടെ മനോഹാരിതയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ പൂന്തോട്ടം കണ്ടത്. അപ്പോൾ ഈ സൂര്യകാന്തി തോട്ടം. അപ്പോൾ അവിടെ കയറി കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു. അപ്പോൾ അവിടെ ഒരു അപ്പപ്പൻ ഇരിപ്പുണ്ട്. ഈ സൂര്യകാന്തി തോട്ടത്തിൻ്റെ ഓണറായിരിക്കും. അപ്പപ്പൻ ഒരാളിന് 20 രൂപ വെച്ച് അങ്ങോട്ട് കയറ്റി വിട്ടു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ ഫോട്ടോ എടുത്ത് നശിപ്പിക്കും, പിന്നെ എന്തിനാ പൈസ ഈടാക്കാമെന്ന് അപ്പൂപ്പൻ വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ കാട്ടുതേനൊക്കെ ചാടിപ്പിടിച്ച് മേടിച്ചു. വില പേശിയൊക്കെ കാട്ടുതേൻ കിട്ടി. ഒറിജിനൽ കാട്ടുതേനാണ് കേട്ടോ. അതൊക്കെ പരീക്ഷിച്ചിട്ടൊക്കെയാണ് തന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ആനക്കൂട്ടം, അതുപോലെ ഒരൊറ്റയാനെ കണ്ടു. പിന്നെ നമ്മൾ മാനിനെ കണ്ടു, പിന്നെ മയിലിനെ കണ്ടു, കാട്ടുപോത്ത്, കുരങ്ങുകൾ, അങ്ങനെയൊക്കെ. പിന്നെ ഒരു കാര്യം അവരവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, വണ്ടിയൊന്നും ഒരു വാഹനങ്ങളും നിർത്തി ഇറങ്ങി ഫോട്ടോയൊന്നും എടുക്കാൻ പാടില്ല, നിർത്തിയിട്ട് കണ്ട് ആസ്വദിക്കാനും പാടില്ല. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഫോട്ടോ എടുക്കാം. പിന്നെ അതുങ്ങൾക്ക് പിന്നെ കുരങ്ങുകൾ കണ്ടോ, കുരങ്ങ് പാവ എന്തെങ്കിലും മനുഷ്യന്മാരെ കിട്ടുമോ തരുമോ എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ പറഞ്ഞിട്ടുണ്ട് ആനിമൽസിനൊന്നും നമ്മൾ ഫുഡൊന്നും കൊടുക്കരുത്, അവർക്ക് ഒരു സാധനങ്ങളും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ 1000 രൂപ ഫൈനാണ്. പിന്നെ അവരുടെ ആയിരിക്കണം കേൾക്കണം, ചിലപ്പോൾ അവിടെ പിടിച്ചിടും, ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരങ്ങനെയാണ് അവിടെ കാത്തു സൂക്ഷിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ അത്രയ്ക്കൊരു ഒന്നും പ്ലാസ്റ്റിക്കോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഭയങ്കര പ്രകൃതി നല്ല അടിപൊളിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. അപ്പം ഈ ഒരു കാഴ്ച മസനഗുഡി വരെ ഉള്ള കാഴ്ചയാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സൂപ്പറാണ്. അങ്ങനെ ആസ്വദിച്ചു കേട്ടോ. ആ യാത്രയൊക്കെ ഭയങ്കര ആസ്വാദനമായിരുന്നു. ഈ മൃഗങ്ങളെല്ലാം കാണാൻ പറ്റിയെന്നുള്ളതാണ് അതിലും വലിയ സംഭവം. മാനുകളൊക്കെ എന്തോരം മാനുകളാണ് അവിടെ, ഒത്തിരി മാനുകൾ കേട്ടോ വഴിയോരത്തായിട്ട് നിൽപ്പുണ്ട്. കാട്ടുപോത്ത്,
അപ്പോൾ ഇതാണ് മസനഗുഡി എന്ന് പറയുന്ന സ്ഥലം. ഈ സ്ഥലം ഞാൻ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും ആ സ്ഥലത്തിൻ്റെ മനോഹരമായ കാഴ്ച. എനിക്ക് തോന്നുന്നു അങ്ങ് ദൂരെ കാണുന്നത് ഊട്ടിയൊക്കെ ആയിരിക്കും. കാര്യം മസനഗുഡിയിൽ നിന്നൊരു 30 കിലോമീറ്റർ എന്തോ ഉള്ളൂ ഊട്ടിയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാണുന്നത് ഊട്ടി ആയിരിക്കാം അല്ലേ, എനിക്കിന്ന് ഊഹിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് പോകുന്നത് വയനാട് വഴിയാണ് കേട്ടോ. വയനാട് വഴി തിരിച്ച് പോകുന്ന കഴിഞ്ഞപ്പോൾ വയലോരം എന്ന ഷാപ്പിൽ കയറി. എന്തിനാണ്, നല്ല ഷാപ്പ് കറികളൊക്കെ കഴിക്കാൻ വേണ്ടി. പോർക്കിറച്ചി പൊറോട്ടയും ടേസ്റ്റി എന്ന് പറഞ്ഞാൽ മക്കളേ ടേസ്റ്റായിരുന്നു. അതെനിക്ക് ഫുഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കും അത് തന്നെയായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. വയലോരം പേരോർത്ത് വെച്ചു. അപ്പോൾ ശരി ടാറ്റ. ഇനിയും ഇങ്ങനെയൊക്കെ യാത്ര പോകാൻ എനിക്ക് സാധിക്കട്ടെ. ടാറ്റ.